അടിപൊളി ഇറാനി പോളയാണ്. ഇറാനി പോളാന്നും ഇറച്ചിപ്പോളാന്നൊക്കെ പറയും. അതാണ് നമുക്കൊരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. നമുക്ക് ഇറാനി പോള ഉണ്ടാക്കാനുള്ള ഇറച്ചിയാണ്. അത് കഴുകി നല്ലോണം മഞ്ഞൾ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതാണ് ഞാൻ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് 1/2 സ്പൂണ് മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് നമുക്കൊന്ന് പിച്ചി ഇട്ടിട്ടാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. ഇനി ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചി ഇതുപോലെ തന്നെ ഞാൻ അത് ഇറച്ചി മൊത്തം പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള കൂട്ട് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂണോളം, ഈ സ്പൂണിൽ ഒരു 3 സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഒന്നൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചോയ മാറണം, കുറച്ചൊന്ന്. ഇനി ഇതിലേക്ക് സവാള ഇടാം. ഒരു 3 മീഡിയം സൈസ് സവാള കുഞ്ഞതാക്കി അരിഞ്ഞതാണ്. ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് വാടട്ടെ. ഒരു 6 മുളക് മുറിച്ചതാണ്. അതും ചെറുതാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മല്ലിച്ചപ്പാണ്. ഇത് നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാം നിങ്ങൾക്ക്. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വാടണം. നമുക്ക് ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം വാടണം. ഇതിപ്പോ നമ്മളത് കുറച്ചൊന്ന് വാടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇടണം. ഒരു 1/2 സ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ മഞ്ഞളിൽ വേവിച്ച് വെച്ച ഇറച്ചി ഈ മിക്സിലേക്ക് തന്നെ ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കൂട്ടാണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. ഇനി ഇത് ആ ഇറച്ചിപ്പോളയ്ക്കുള്ള കൂട്ടാണ് റെഡി ആയത്. ഇനി അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. മൈദ കൊണ്ടുള്ള ഒരു ബാറ്ററാണ്. അത് ഇനി തയ്യാറാക്കാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഇപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ ഞാനൊരു മിക്സി വെച്ചിട്ടുണ്ട്. 250 ml 1 കപ്പ് മൈദ, 4 മുട്ട, 1 കപ്പ് പാല്, ഇനി നമുക്ക് ഇതിൽ ഓയിൽ ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫ്രൈ പാനിലോട്ട് മാറ്റാം. അതിനായിട്ട് ഫ്രൈ പാൻ വെച്ച് ചൂടാക്കാം. നമ്മൾ ഇറച്ചിപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ചൂട് നേരിട്ട് തട്ടിയാൽ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇനി ഒരു 2 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കുക.
ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അടിച്ചു വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ അടിച്ചു വെച്ച ബാറ്ററിന്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പകുതി നമുക്ക് മേലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ബാറ്ററിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നൊരു 2 മുതൽ 3 മിനിറ്റ് വരെ ആയിട്ട് ഒന്നൊന്ന് വേവണം. വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കാം. നമ്മളിതിപ്പോൾ ബാറ്റർ ഒഴിച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് നല്ലോണം മസാലൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചത് മൊത്തത്തിൽ ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചത് ഒരു മേലേക്ക് ഫിനിഷിങ്ങിനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അരി കൂടെ ഇട്ടിട്ട് അരി ഇങ്ങനെ ഫില്ലാക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതും ഇത് എല്ലാ ബാറ്ററും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇറച്ചി അതിൻ്റെ ഇടയിൽ കൂടെ കാണും. നിങ്ങൾക്ക് പൊരിച്ചിടുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിച്ചിട്ടായാലും നമ്മൾ ചിക്കന് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ വേവിച്ചില്ലേ, അതിന് പകരം മസാല തേച്ച് പൊരിച്ചിട്ട് പിച്ചെടുത്താലും കുഴപ്പമില്ല. എല്ലാം ഇങ്ങനെ എടുക്കണതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഒരു 2 മിനിറ്റും കൂടി ഇത് നിൽക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിക്കാം. നമ്മളിപ്പോൾ ഉള്ളിയും മസാല ഉണ്ടാക്കുന്നതിൽ മുളകും പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മുളകും പൊടി ഇഷ്ടമാണ്, അതിൻ്റെ എരിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുളകും പൊടി വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മസാലയിൽ മുളകും പൊടി ഇടാം. അതേപോലെ ഗരം മസാല അങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ കൂട്ടിനകത്ത് ഇടാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഈ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒന്ന് ഒഴിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് അരികൂടെ ഒഴിച്ച് വന്നിട്ട് നടുവിലെത്തിയാൽ മതി. ഇത് ഒഴിച്ച് ഇനി ഒരു 2 മിനിറ്റ് നിന്നിട്ട് നമുക്ക് മേലേക്ക് ഒരു കൂട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയി. ഇനി മേലെ നമുക്കൊന്ന് ഡെക്കറേഷൻ പോലെ കൂട്ടിടാം. ക്യാപ്സിക്കൊക്കെ പല കളറിലൊക്കെ ഉള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. എനിക്ക് ക്യാപ്സിക്കം കിട്ടാത്തതുകൊണ്ടാണ്. മൂടി വെച്ചിട്ടൊരു 20 മിനിറ്റ് വേവിക്കണം. കുറച്ചും കൂടി തിക്നെസ് കൂടിയതാണ്, കട്ടി കൂടിയതാണ് നിങ്ങൾ ഒഴിക്കണതെന്നുണ്ടെങ്കിൽ ഒരു ഇതിനേക്കാളും ചെറിയ പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ആവും. ഇതിപ്പോൾ ഞാനൊന്ന് 20 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇത് വെന്തോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കത്തിയിട്ടൊന്ന് കുത്തി നോക്കുക എല്ലാ ഭാഗത്തും. ഇപ്പൊ നമ്മളെ കത്തിമരൊന്നും വല്ലാണ്ടൊന്നും ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തെന്നാണ് അതിന്റെ അർത്ഥം. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഭാഗമൊക്കെ സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുക. അത് തനിയെ വിട്ട് വരും. എല്ലാ സൈഡൊന്നും നമ്മൾ വിടിയിപ്പിച്ച് കൊടുക്കുക. കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം ഇതൊന്ന് മറിച്ചിടാൻ നമ്മൾ. എന്നിട്ടൊന്ന് ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് വേവിക്കാനുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രണ്ട് ഭാഗം വേവിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. എന്നാലേ നമുക്കിത് കൊട്ടിയാൽ വേഗം പോരുള്ളൂ. ഇത് കാര്യമൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ഒന്ന് മേലെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് കൊട്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ട് ഉള്ളത് ഭാഗമാണ്. ഇതൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിലേക്ക് തന്നെ ഈ പാനിലേക്ക് തന്നെ വെച്ചിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട്. ആ എണ്ണ പുരട്ടിയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് പതിയെ ഒന്ന് ഇട്ട് കൊടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 3 മിനിറ്റ് നേരം ഒന്ന് വേവിക്കുക. ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് നമുക്ക് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് തന്നെ കൊട്ടിയെടുക്കണം.
നേരത്തെ പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൊട്ടിയെടുക്കാം. നമ്മുടെ ഇറച്ചിപ്പോള ഇറാനിപ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും എളുപ്പമായിട്ടും തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറാനിപ്പോളയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. താങ്ക്